അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അൽഹംദുലില്ലാ. പ്രിയരെ, നമ്മൾ ഈ ഒരു മഗ്രിബി ബാങ്കോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്, ഈ ഒരു അസ്തമയത്തോടുകൂടെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വലിയ പെരുന്നാൾ ഈദുൽ അദ്ഹയുടെ പുണ്യമാക്കപ്പെട്ട ആ ഒരു രാവിലേക്കും ഇൻഷാ അല്ലാഹ് നാളെ അതിൻ്റെ പകലൊക്കെയാണല്ലേ. വളരെയധികം ഗുണങ്ങളുള്ള, ഫലങ്ങളുള്ള, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു രാവും പകലയാണ് ഈ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ രാവും പകല് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിലുള്ളത് വലിയ പെരുന്നാളാണ്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വലിയ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം, തങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് കേൾക്കുക, ഇതനുസരിച്ച് ചെയ്യുക. കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നൊന്നുമില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇജ്തഹിദു യൗമുൽ ഫിത്രി ഫി സ്വദഖതി വ അഅമാലിൽ ഖൈരി വൽ ബിർരി വസ്സലാത്തി വസ്സകാത്തി വഅക്സിറു തസ്ബീഹ വത്തഹ്ലീല ഫഇന്നഹുൽ യൗമുൽ ലദീ യഗ്ഫിറുല്ലാഹു ഫീഹി ദുനൂബക്കും വയസ്തജീബു ദുആഅക്കും വയൻദുറു ഇലൈക്കും ബിറഹ്മതി വൽ മഗ്ഫിറ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പെരുന്നാൾ ദിവസം നമ്മൾ എന്ത് ചെയ്യുക? ഒരുപാട് സ്വതക്കകൾ നമ്മൾ ചെയ്യുക. സ്വതക്ക നമുക്ക് കഴിയുന്ന അത്ര ഒരുപാട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല ഉദ്ദേശം. നമ്മുടെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ട്, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കഴിയുന്ന സംഖ്യ കഴിയുന്നത് പോലെ നമ്മൾ സ്വതക്ക ചെയ്യുക. അതുപോലെ നമുക്ക് കഴിയുന്ന നന്മകൾ നമ്മൾ ചെയ്യുക, ദിക്റുകളും സ്വലാത്തുകളും. അതുപോലെ നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നന്മകൾ നമ്മൾ എന്ത് ചെയ്യുക? ഹൈറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. പെരുന്നാളിന് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാതാപിതാക്കളെ സന്ദർശിക്കുക, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബറിടം നമ്മൾ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി ഫാത്തിഹകളും ഇഖ്ലാസ് സൂറത്തും മുഅവ്വിദത്തൈൻ നമുക്ക് കഴിയുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ ചൊല്ലി അവർക്ക് ഹദിയ ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെങ്ങനെയൊക്കെ നമുക്ക് പരിഗണിക്കാൻ പറ്റും, അവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പെരുന്നാൾ ദിവസം നമ്മൾ അധികരിപ്പിക്കുക. അതുപോലെ നമ്മൾ സക്കാത്തിൻ്റെ അഹ്ലികാരാണെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുക. നമുക്കറിയാം സക്കാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ഈദുൽ ഫിത്തർ അല്ലേ. നമുക്കറിയാം ചെറിയ പെരുന്നാൾക്ക് നമുക്ക് ഫിത്തർ സക്കാത്ത് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതും ഇവിടെ ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ സാമ്പത്തികപരമായിട്ടോ കച്ചവടപരമായിട്ട് എന്തെങ്കിലും സക്കാത്ത് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കർമ്മം എന്നുള്ളത് തസ്ബീഹുകൾ നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പെരുന്നാൾ ദിവസം. അതുപോലെ തഹ്ലീൽ അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹയാണ് തസ്ബീഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് തഹ്ലീൽ. ഇതൊക്കെ അധികരിപ്പിക്കുക. കാരണം എന്താ അറിയോ? ഇതൊക്കെ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാരണവും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ദിവസത്തിൽ പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്ന, പാപങ്ങളും മായ്ച്ചു കളയുന്ന ഒരു ദിവസമാണ്. അതുപോലെ നമ്മുടെ നീറുന്ന 100 പ്രശ്നങ്ങൾ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ ദുആക്കൊക്കെ പടച്ച റബ്ബ് ഇജാബത്ത് നൽകുന്ന ദിവസമാണ്. അതുപോലെ പടച്ചോന് ഓൻ്റെ കാരുണ്യം കൊണ്ട്, ഓൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് നമ്മിലേക്ക് നോക്കുന്ന ആ ഒരു പ്രത്യേക ഡേയും കൂടെയാണ്. മറ്റു ദിവസങ്ങളിൽ നോക്കുന്നുണ്ട് എങ്കിലും ഒരു സ്പെഷ്യൽ നോട്ടം പടച്ച റബ്ബ് നോക്കുന്ന ഒരു പ്രത്യേക ദിവസം കൂടെയാണ് ഈ ഒരു പെരുന്നാൾ രാവ് അല്ലെങ്കിൽ പെരുന്നാൾ പകല് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പെരുന്നാൾ ദിവസം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു അമല് കൂടെ പറഞ്ഞുതരാം. സുബഹി നിസ്കാര ശേഷം നമ്മൾ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നമ്മളെ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിലെ എല്ലാ ഭയാനകതകളിൽ നിന്നും പടച്ച റബ്ബ് നമുക്ക് കാവൽ നൽകും. മഹാന്മാർ പഠിപ്പിച്ചതാണ്. എന്താണെങ്കിലും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.